എന്ന് പറയാൻ വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം കൊണ്ട് വരും. യെസ്, പാലക്കാട് നഗരസഭയിൽ LDF സ്ഥാനാർത്ഥി അബ്ദുൾ ഷുക്കൂറും ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഭാഷ് യാക്രയും രണ്ടുപേരും നേർക്കുനേർ പോരാടുകയാണ് അല്ലേ? മത്സരം കടുത്തതാണോ? കടുത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാർഡിൽ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങി ചെല്ലുക. പിന്നെ കടുത്തതാണോ അല്ലയോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് മത്സരം. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും 2015 മുതൽ 20 വരെ ഒരുമിച്ച് കൗൺസിലറായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മത്സരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കുക എന്നതാണ് കാര്യം. അതിൽ ആർക്കാ ജയിക്കാൻ പറ്റുന്ന അവർക്ക് ജയിച്ചു വരിക. LDFന്റെ കാൻഡിഡേറ്റ് ആണ് ഷുക്കൂർ. ഏത് ഡിവിഷനായിരുന്നു? 37-ാം വാർഡ്. പണ്ട് നേരത്തെ 34ആയിരുന്നു, ഇപ്പൊ 37-ാം വാർഡാണ്. ഇത്തവണ LDFന് ഭരണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ തരത്തിലുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ മൂന്നാമതല്ലേ LDF ഉള്ളത്? നിലവിൽ മൂന്നാമതാണ്. ആ സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. കാരണം നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. യാതൊരുവിധ എതിർപ്പോ ഒന്നും ഇല്ലാതെയാണ് പ്രഖ്യാപിച്ചത്. വളരെ നന്നായി തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ ഭരണം, ഈ 10 വർഷത്തെ ഭരണം ജനങ്ങളെ പൊറുതിമുട്ടിച്ചിട്ടുണ്ട്. എതിരായിട്ട് ശക്തമായി പോരാടിയ പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് തന്നെ LDFന് കൂടുതൽ സീറ്റും ഉറച്ച വിശ്വാസമുണ്ട്. കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. ഇവിടെ നഗരസഭയിലുണ്ടല്ലോ ഹാട്രിക് ഭരണം നേടുമെന്ന് BJP പറയുന്നു. സീറ്റ് നില മെച്ചപ്പെടുത്തും, ഭരണം നേടുമെന്ന് LDF പറയുന്നു. എങ്ങനെയാണ് UDFന്റെ ഒരു സാധ്യതകൾ പ്രതീക്ഷ? ആദ്യം പറഞ്ഞ ആ കാര്യം പിൻവലിക്കുക. കാരണം 3-ാം സ്ഥാനത്തേക്ക് BJP പോയാലും പോകും പാലക്കാട് നഗരസഭ. കറക്റ്റാണ്. കാരണം ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഒന്നുമേ കൊടുത്തിട്ടില്ല. പിന്നെ 2015 മുതൽ ഭയങ്കര അഹങ്കാരത്തോടു കൂടി കയറിക്കൂടിയതാണ് BJP. എന്തൊക്കെയോ ചെയ്യുന്നത്, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഞങ്ങളിവിടെ അസ്ഥികൂടത്തിന് കുപ്പായുടെ പറയും അങ്ങനെ ഈ കാട്ടിക്കൂട്ടുക. അതല്ലാതെ ഇപ്പൊ കുടിവെള്ള പദ്ധതി വന്നു, 110 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു എന്ന് പറയാല്ലാതെ അത് പാലക്കാട് നഗരസഭയിൽ ഇന്നും കുടിവെള്ള ക്ഷാമം നേരിടുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒരു ദിവസം കുടിവെള്ളം നിർത്തിയാൽ 4-5 ദിവസം കുടിവെള്ളം കിട്ടാത്ത സ്ഥലമുണ്ട്. ഇവിടെ എന്ത് വികസനമാണ്? ഭവന പദ്ധതികളുണ്ട്, വീടുകളില്ലായ്മ. 2016 ഇവർ വലിയ PMAY പദ്ധതി, PMAY സ്ഥലമുള്ളവർക്ക് വീട് കൊടുക്കുക. അതിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് പദ്ധതി, ഇന്ദിരാഭവൻ പദ്ധതി വന്നാലും ആരിന്റെ വന്നാലും ഞങ്ങൾ എല്ലാ കൗൺസിലർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ 16 മുതൽ എടുത്തു വെച്ചിട്ടുള്ള ലിസ്റ്റ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് ഇവർ 16 മുതൽ 26 25 ഒരാൾക്ക് പോലും വീട് സ്ഥലവും കൊടുത്തിട്ടില്ല. എത്ര പാവങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർ ആർക്ക് വികസിച്ചു? ഇവര് ഉറപ്പാ പാർട്ടി ഓഫീസും BJPക്കാരും. അതല്ലാതെ ജനങ്ങളെ വികസിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റായ ഒരു തീരുമാനമാണ്. ഒരു കാരണവശാലും ഇവിടെ BJP ഭരണത്തിൽ വരില്ല. UDF ഭൂരിപക്ഷത്തോടു കൂടി ഇപ്രാവശ്യം ഭരണത്തിൽ വരും. അതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ MLA നിങ്ങളെ കുഴിയിൽ വീഴ്ത്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, MLA കുറിച്ച് ഈ വാർഡ് ഇലക്ഷന് MLAയും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാർഡ് ഇലക്ഷന് ആ ഭാഗത്ത് പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്നതും ജനങ്ങളുടെ വികസനം ചെയ്തു തരുന്ന ഒരു കൗൺസിലർമാരിനെയാണ് വാർഡിൽ ആവശ്യമുള്ളത്. രാഷ്ട്രീയം ഇതില് ഞാൻ അത് പറയുന്നില്ല. രാഷ്ട്രീയത്തില് നമ്മൾ എതിരല്ല. രാഷ്ട്രീയത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ സ്റ്റേറ്റോ സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെ ചർച്ചയ്ക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടെ ആവശ്യം വാർഡിലെ വികസനങ്ങൾ എങ്ങനെ ചെയ്യാം. അതിന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ പാലക്കാട് UDFന്റെ ഭാഗത്തു നിന്നും ഭരണസമിതി വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് UDFന്റെ നിലപാട്. അത് ശക്തമായ രീതിയിൽ തന്നെ എന്തൊക്കെയാണ് ഈ BJP പാലക്കാട് നഗരസഭയിൽ 2015 മുതൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല. ഇവരിവിടെ അതിലപ്പുറമുള്ള വിവാദങ്ങളൊന്നും തന്നെ ഇവിടെ ബാധിക്കില്ല, ഒരു കാരണവശാലും ബാധിക്കില്ല. ഭരണം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ എന്താണോ നമ്മളിപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു വാർഡിൽ പോയിട്ട് ഇന്നാളോ ഇങ്ങനെ എന്ന് പറയുന്നുണ്ടെന്ന് അവിടെ എഫക്റ്റ് ആയില്ല. വാർഡിൽ എന്ത് ചെയ്തു? പക്ഷെ മറ്റേ MLA ഇലക്ഷനിൽ അതല്ല MP ഇലക്ഷനിൽ ഒരു രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ഫേസ് കാണിക്കുമ്പോൾ നമുക്ക് പറയാം ഇന്നതാണ് നിങ്ങളുടെ. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ എത്രയോ നല്ല ആൾക്കാരെ താഴെ ഇറക്കാനും പറ്റും, പാവപ്പെട്ടവരുടെ മുകളിൽ കയറ്റാനും പറ്റും. അതാണ് വാർഡ് ഇലക്ഷൻ. LDF എന്താണ് വോട്ടർമാരോട് പറയുന്നത്? LDF ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കൂ. ഈ 1000 രൂപ വീട്ടമ്മമാർക്ക് കൊടുക്കുന്നു, 35 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ കൊടുക്കുന്നു.
ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനം, നാട്ടിലാകെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പാകെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ വാർഡിനകത്തായാലും ശരി, പാലക്കാട് നഗരസഭയ്ക്കകത്തായാലും ശരി, നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ, അത് BJPക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഹെഡ് ഗവർണറുടെ പേരിട്ട ഐറ്റു വിഷയത്തിലൊക്കെ ശക്തമായ പ്രതിഷേധവും പോരാട്ടവും നടത്താൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJPയെ താഴെയിറക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലാണ് പാലക്കാടിലെ LDF പ്രവർത്തകർ. അത് തീർച്ചയായിട്ടും ഇപ്രാവശ്യം സംഭവിക്കും. എത്ര സീറ്റാണ് CPM-നുള്ളത്? നിലവിൽ 7 സീറ്റാണ്. ആ സീറ്റൊക്കെ നമ്മൾ പലയിടത്തും നമുക്ക് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏറെക്കുറെ നഗരസഭകളൊക്കെ കയ്യിലിരുന്നിട്ടും ജില്ലാ പഞ്ചായത്ത് അടക്കം കയ്യിലിരുന്നിട്ടും നഗരസഭയിൽ ഒരു ഗ്രിപ്പില്ലാതെ പോകുന്നത് എന്താ CPM? പാലക്കാട് നഗരസഭയുടെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. വിവിധ സമുദായ സമവാക്യങ്ങളുള്ള ഒരു പ്രദേശമാണ് പാലക്കാട് നഗരസഭ. അതിൻ്റെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് അത്തരം ഉള്ള കാര്യങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് LDF ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 10 കൊല്ലമായിട്ടുള്ള ഭരണം എന്ന് പറഞ്ഞാൽ ഈ കോട്ടമേനത്തിൻ്റെ അവസ്ഥ തന്നെ നോക്കൂ. ഈ പണി പൂർത്തീകരിക്കാൻ ഈ 10 കൊല്ലമായി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നഗരസഭയാണ്. ഇവർ 110 കോടി ചിലവാക്കി, അല്ലെങ്കിൽ 500 കോടി 400 കോടി, ഈ കോടികളുടെ കണക്ക് പറയുക അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ അഭിമാനകരമായ LDFൻ്റെ ഒരു പദ്ധതിയുണ്ട്, ലൈഫ് പദ്ധതി. പല ഭാഗത്തും പല നഗരസഭകളിലും അവിടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ പണിതു. പക്ഷേ ഇവിടെ ഈ ലിസ്റ്റ് അംഗീകരിക്കാൻ വേണ്ടി 3 ദിവസം നിരാഹാരം കിടന്ന ആളാണ് ഞാൻ. ഈ ലിസ്റ്റ് അംഗീകരിക്കുന്നതിനുണ്ട്. ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ലൈഫിൽ ഉൾപ്പെടേണ്ട ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ആ ലിസ്റ്റ് പോലും അംഗീകരിക്കാത്ത ഒരു നഗരസഭയായിരുന്നു പാലക്കാട് നഗരസഭ. 3 ദിവസം നിരാഹാരം കിടന്നതിന് ശേഷമാണ് ആ ലിസ്റ്റ് പോലും അംഗീകരിക്കപ്പെട്ടത്. അവർക്കൊരു സ്ഥലം കണ്ടെത്താനോ, ഈ സ്ഥലമുള്ളവർക്ക് വീട് നൽകുന്ന PMAY പദ്ധതിയും ലൈഫ് പദ്ധതിയോട് യോജിച്ചുകൊണ്ട് അതുപോലെ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്. വാർഡിൽ 2 വെച്ചിട്ട് കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. കഴിഞ്ഞ 5 കൊല്ലം അങ്ങനെയല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വരുന്നു, അതെല്ലാം പറയുകയല്ലാതെ ഇതൊന്നും പൂർത്തീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഇവരുടെ ശരി, എന്തായാലും നഗരസഭയിൽ UDF വരികയാണെങ്കിൽ, ഭരണം ലഭിക്കുകയാണെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പൊക്കെ? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വീടില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. ചെറിയ ചെറിയ വീടുകളിൽ ഇവർ ആ ലിസ്റ്റ് 16 മുതൽ ഇവർ നിർത്തലാക്കി വെച്ചിരിക്കുന്നു. പാലക്കാട് നഗരസഭ സംസ്ഥാനത്ത് PMAY വീടും സ്ഥലവും ഇല്ലാത്തവരിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ്. ഇതിനെ ആദ്യം ഒരു പരിഹാരം കണ്ടെത്തണം. അതുപോലെ തന്നെ ഇവിടെ ഏകപക്ഷീയമായിട്ട് ഈ കടകൾക്ക് ഈ യൂസർ ഫീ പിരിക്കുക. ഈ പാലക്കാട് നഗരത്തിൽ കേരളത്തിൽ ഒട്ടാകെ 100 രൂപ ഉണ്ടാകുമ്പോൾ ഇവിടെ അതിൽ മീതെ 300 മുതൽ 1000 വരെ ഓരോരോ കടകളിൽ ഒരു വേസ്റ്റ്. അങ്ങനെ ഈ ജനങ്ങളെ ഈ നഗരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കുടിവെള്ള പ്രശ്നം. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്ന പോലെ കുടിവെള്ള പ്രശ്നം ഇവർ എത്തുന്നില്ല. ഈ കുടിവെള്ളങ്ങൾ എത്താത്ത ഭാഗങ്ങൾ, വെള്ളം, ലൈറ്റ്, അതുപോലെ റോഡ്, അങ്ങനെ ചെറിയ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ എല്ലാം വരുന്നത് വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു റെസിഡൻസ് അങ്ങനത്തെയൊക്കെ വരുന്നത്. ഈ ചെറിയ കാര്യങ്ങളും കൂടി ഈ നഗരസഭയിൽ നിന്ന് ചെയ്യാൻ ഇവർ കഴിയുന്നില്ല. അത് തന്നെ ആ ഊന്നലാണ് പാലക്കാട് നഗരസഭ ആദ്യം വെക്കുന്നത്. UDF വന്നു കഴിഞ്ഞാൽ 100% പാലക്കാടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയാണ്. ആ ജനങ്ങളുടെ കൂടെ നിന്ന് ആ പ്രശ്നം പരിഹരിക്കുകയാണ് UDF വന്ന് ആദ്യം തന്നെ ചെയ്യും. എന്തായാലും നിങ്ങൾ പരസ്പരം നേരിടുകയാണല്ലോ, പോരാടുകയാണല്ലോ. എങ്ങനെയാണ് വ്യക്തിപരമായി സുഹൃത്ബന്ധം സൂക്ഷിക്കുന്നവരാണ് രണ്ടുപേരും? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തെ പരിചയമുണ്ട്. ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ആ നല്ല സുഹൃത്ത്. ഞങ്ങൾക്ക് രണ്ടാൾക്ക് 2 ആശയങ്ങളാണ്. 2 ആശയങ്ങളിൽ ഞങ്ങൾ പോകുന്നു. ജനങ്ങളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരോടൊന്നും പറയാതെ നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കണം. അതായിരിക്കണം ഏറ്റവും കറക്റ്റ് എന്നുള്ളതാണ് വിശ്വാസം. അതിനു വേണ്ടി മുമ്പിൽ പോയി. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം പ്രചാരണത്തിനിറങ്ങി, ആ പ്രചാരണത്തിനിറങ്ങിയത് സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്, പാർട്ടിക്കാരുടെ യാതൊരു ആവശ്യം നേതൃത്വം പറഞ്ഞിട്ടല്ല അദ്ദേഹം ഇറങ്ങിയതെന്നായിരുന്നു. അതിലെന്താ CPM-ന്റെ ഒരു കാഴ്ച? അല്ല, നേതൃത്വം പറയാതെ ഇറങ്ങാൻ കഴിയില്ല. ഇപ്പോൾ അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലക്സ് പോലും നില ഒഴിവാക്കുന്നൊരവസ്ഥയുണ്ടായി. മേപ്പറമ്പ് വാർഡിൽ ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലക്സ് വെച്ചിട്ട് പ്രചരണം നടത്തിയ വാർഡ് കൗൺസിലർക്ക് സ്ഥാനാർത്ഥിക്ക് പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നു. അതൊരു പരിതാപകരമായ അവസ്ഥയാണ്. പാർട്ടി പറഞ്ഞോ ഇല്ലയെന്നല്ല വിഷയം. പാർട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറങ്ങാൻ കഴിയില്ലല്ലോ. പാർട്ടി പറഞ്ഞുകൊണ്ടാണല്ലോ ഇറങ്ങാൻ കഴിയുള്ളൂ. ഒരു സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ ലീഗാണല്ലോ ആദ്യം അവരെ ആനയിച്ചു കൊണ്ടുവന്നത് പിരാരിയിൽ. ഞങ്ങളിതാ കൊണ്ടുവന്ന് കൊണ്ട് വിരോധം മുഴക്കിയിട്ട് ആനയിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ എന്താ ആ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് ആ ഫ്ലക്സ് ബോർഡ് ഇന്നലെ വൈകുന്നേരം അഴിച്ചു മാറേണ്ട സ്ഥിതി വന്നു. അപ്പോൾ CPM അന്നും ഒരേ നിലപാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ CPM എടുത്ത നിലപാട് അന്നും ഇന്നും ഒരേപോലത്തെ നിലപാടാണ്. ഇപ്പോൾ ഒളിവിലാണ്. ഒരു പരിധി രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ ഇപ്പോഴെങ്കിലും?
അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നതോടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അയാളൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അയാൾക്കൊരു ധാർമ്മികതയില്ലേ? അത് അയാൾ ചെയ്യേണ്ടതല്ല. 100% അത് ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്തായാലും ഉണ്ടാവും. ഇന്നൊന്നാണ് നിങ്ങൾക്കല്ലേ ഞങ്ങളെ വെച്ച് കൂടുതൽ അറിയാവുന്നത്. ആ കാരണം ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ അറിയുന്നത് മുഴുവൻ, ഞങ്ങൾ പല വിഷയങ്ങൾ അറിയുന്നത് മുഴുവൻ ചാനലിലൂടെയാണ്. അതുകൊണ്ട് ചാനലിൽ ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അല്ലല്ല, ഞാൻ പറയട്ടെ, പാർട്ടി എന്ത് നടപടി എടുക്കാൻ പറഞ്ഞാലും അത് ചെയ്തേ പറ്റൂ. സുഭാഷിന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും സുഭാഷിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. പാർട്ടിയാണ് വലുത്, അതല്ലാതെ വ്യക്തിയല്ല എന്നുള്ളത് വിശ്വാസമുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും തന്നെ പാർട്ടിയെ തള്ളിക്കളയും. കാരണം പാർട്ടിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഡൽഹി വരെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പാർട്ടിയാണ് വലുത്. പാർട്ടി എന്ത് പറഞ്ഞാലും അത് നമ്മൾ തള്ളി പറയാൻ നമ്മൾ ഒരു കാരണവശാലും തയ്യാറല്ല. ഒരു കാരണവശാലും നമ്മൾ. താങ്ക് യു സുഭാഷ്. താങ്ക് യു. എന്തായാലും ആരോഗ്യപരമായ ഒരു മത്സരം നടക്കട്ടെ അല്ലേ രണ്ടുപേർക്കിടയിൽ. നമുക്ക് ഒരു അതിഥി കൂടിയുണ്ട്, വളരെ വേഗത്തിൽ നമുക്ക് അദ്ദേഹത്തിലേക്ക് കൂടി പോകേണ്ടത്. അതായത് വെൽഫെയർ പാർട്ടി നഗരസഭാ സ്ഥാനാർത്ഥിയാണ് എം സുലൈമാനാണ്. അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് വളരെ വേഗത്തിൽ പ്രതികരണം തേടിയ ശേഷം സ്വാഗതം ശ്രീ സുലൈമാൻ. അപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് കേരളത്തിൽ വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ, അതിലൊന്ന് നഗരസഭയിലാണ്. ഇക്കുറി ആ സീറ്റെണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കും. ജനകീയമായ ഇടപെടലുകളും നമ്മുടെ ജനപ്രതിനിധി എന്നത് അതൊരു സേവനമാണ്, ജനങ്ങളുടെ സെർവൻ്റാണ് എന്നൊരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഒട്ടേറെ വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇത്തവണ. എന്തൊക്കെയാണ് ആ സിറ്റിംഗ് വാർഡിൽ വെൽഫെയർ പാർട്ടി നടത്തിയത്? ധാരാളം പ്രവർത്തനം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ലഭിക്കുന്ന ഫണ്ടുകൾ പലപ്പോഴും ജനങ്ങൾ അറിയുന്നില്ല. എവിടുന്ന് ഫണ്ട് ലഭിച്ചു, എത്ര ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു, ഇതറിയാനുള്ള അവകാശം വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മൾ വിധേയമാക്കിയിരുന്നു. മാത്രമല്ല, ജനങ്ങൾക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാനും അവരുടെ പരാതികൾ ബോധിപ്പിക്കാൻ സ്മാർട്ട് വാർഡ് എന്നത് നമ്മൾ നടപ്പിലാക്കിയിരുന്നു. പാലക്കാട് നഗരസഭയിൽ 52 വാർഡുകൾ, ഇപ്പോൾ 53 വാർഡ്. അതിൽ നമ്മൾ സ്മാർട്ട് വാർഡ് എന്നത് നമ്മുടെ വാർഡായിരുന്നു, 32ാം വാർഡായിരുന്നു. കൂടാതെ ജനങ്ങൾക്ക് നഗരസഭയിൽ പോകാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാൻ അവിടെ ഒരു സേവന കേന്ദ്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തിങ്കൾ മുതൽ ശനി വരെ 6 ദിവസം അവിടെ സേവന കേന്ദ്രം ജനങ്ങൾക്ക് തുറന്ന് കൊടുത്തിരുന്നു. ഇങ്ങനെ ഒട്ടേറെ വേറിട്ട മാതൃകകൾ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്ക് നില മെച്ചപ്പെടുത്താൻ അനുകൂലമായ മറ്റെന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഒരു ജനപ്രതിനിധി എന്നത് എങ്ങനെ ആവണം, ആരാവണം, അത് കൃത്യമായി ഏറ്റവും സുതാര്യമായ രീതിയിൽ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ നയാ പൈസ പോലും ചോർന്നു പോകാതെ ജനങ്ങളുടെ അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 5 കോടി 2 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ 2020-2025 കാലയളവിൽ അമൃത് ഫണ്ട്, MLA ഫണ്ട്, ആസ്തി വികസന ഫണ്ട്, പ്ലാൻ ഫണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫണ്ടുകളും വാർഡിലെത്തിക്കാൻ സാധിച്ചു. എത്ര സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത്? ഇത്തവണ 3 സീറ്റിലാണ് മത്സരിക്കുന്നത്. BJP ത്രെട്ടുള്ള ഒരു വാർഡിലും മത്സരിക്കേണ്ടതില്ല. BJP ഭരണത്തെ താഴെ ഇറക്കുക എന്ന പിന്തുണയോടുകൂടിയാണോ? അല്ല, ഇല്ല, സ്വന്തം നിലക്ക് തന്നെയാണ്. സ്വന്തം നിലക്ക് തന്നെ ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ഒരു വികസന മാതൃക ഇവിടെ ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ജനങ്ങളോടൊപ്പം എന്തിനും എപ്പോഴും വെൽഫെയർ ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ് വെൽഫെയറിന്. നിങ്ങൾ വരണം, വെൽഫെയർ വേണം എന്നത് ജനങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ആ ഒരു പിൻബലത്തിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ജനം തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസം നിന്നുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് പാലക്കാട് നഗരസഭയിൽ നേടാൻ വെൽഫെയർ പാർട്ടി കഴിഞ്ഞു. ഇക്കുറി 3 സീറ്റുകൾ മത്സരിക്കുന്നു. 3 സീറ്റും കിട്ടുമെന്നുള്ള സീറ്റ് എണ്ണം കൂട്ടാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും. അപ്പോ എല്ലാവരും ഒരേപോലെ വിജയപ്രതീക്ഷയിലാണ് പാലക്കാട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത പോരാട്ടമായിരിക്കും. ഏറ്റവും ശ്രദ്ധ നേടുന്ന ഒരു വളരെ സവിശേഷമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ണ് കൂടിയാണ്. ഒന്നാമത്തെ കാര്യം, BJP ഭരിക്കുന്ന കേരളത്തിൽ ഏക നഗരസഭ, തുടർഭരണം നടക്കുന്ന ഏക നഗരസഭ. അവിടെ ആർക്കൊപ്പം നിൽക്കും ഈ നഗരസഭ എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ട മണ്ണും കൂടിയാണ്. അവരുടെ MLA ആണ്. അത് UDF-ന് തിരിച്ചടിയാകുമോ അതോ അനുകൂലമാകുമോ? അല്ലെ, ശക്തമായ ഒരു നടപടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പക്ഷെ അനുകൂലമാകാനും സാധ്യതയുണ്ട്. ഇന്നൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായക ദിനമാണ്. അപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ജാമ്യം ലഭിക്കുമോ, പിടിക്കുമോ എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ നാട്ടുകാരാണ്.